ഇത് നമ്മുടെ രാത്രിയിലത്തെ വ്യൂ ആട്ടാ നമ്മുടെ പോഡിൻ്റെ. രാത്രി 10 മണി. എന്തായി? നമ്മുടെ ബെഡ്റൂമിൽ ബെഡിൽ കിടക്കുമ്പോൾ കാണുന്ന സീനാണ്. നോക്ക്, തീപ്പടി കത്തിച്ചിട്ട് എത്ര നാളായേ. അമ്മയും മോനും കൂടി വേലിയാടി എങ്ങോട്ടാ? ഒരുത്തൻ ആടിനെ നോക്കി പോയേക്കണ കാഴ്ചയായിട്ടാ കാണണേ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ്. വെഡിങ് ആനിവേഴ്സറി മക്കള് ട്രീറ്റ് തരുന്നതാണ്. മക്കള് ട്രീറ്റ് തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേ, ക്യാംലെറ്റ് വാലി ലക്ഷറി പോഡ്. അപ്പോൾ ഇവിടെ 2 പോഡുണ്ട്. ഇതാണ് ഈ ബിഗ് വണ്ണാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണേ. നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മുടെ പോഡിൽ നിന്ന് കാണുന്നൊരു സീനാണ് കണ്ടോ. ഇത് ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ. മലനിരകൾ, ചെറിയ കുന്നുകളും മലകളും, അതുപോലെ കുറേ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് കുറേ ഫാം ഫീൽഡും. ഇതാണ് നമ്മുടെ പോഡ് കണ്ടോ. രസമല്ലേ? അടിപൊളി. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് റൂമും ഒരു കിച്ചണും ഡൈനിങ് സ്പേസും ആണുള്ളത്. ടിവിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കേട്ടോ. കണ്ടോ, അവർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഒരു ഫാനും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ബെഡിന്ന് നമ്മുടെ ബെഡ്റൂമിൽ ബെഡിൽ കിടക്കുമ്പോൾ കാണുന്ന സീനാണ്. നോക്ക്, ഇത് രസം നോക്കി. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ആഹാ, അങ്ങനെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ്. അടിപൊളി. ഇവിടെയും ഒരു ഫാൻ വെച്ചിട്ടുണ്ട് അവര്. നല്ല ചൂടാട്ടോ, അതുകൊണ്ടാണ്. ഹലോ, എന്തുണ്ട് വിശേഷം? നിന്റെ വീട് നിനക്ക് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അപ്പൊ 2 രാത്രി നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാനുള്ളതാണ്. 1 വീക്കോ? അയ്യോ, അടുത്ത ആളുടെ വീട്. എന്താ കൂട്ടിൽ കിടക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമ്മൾ എടുത്താണ് പോഡിനായിട്ട് ഇതുപോലെ എക്സ്ട്രാ ഇതുപോലൊരു ബെഡ്റൂം ഉള്ളത്. അപ്പോൾ ഈ ബങ്ക് ബെഡ് ഉള്ളത് ഇതിനാണ്. നല്ല അടിപൊളി ടോയ്ലറ്റ്, ഇവിടെ ഒരു ക്ലോസറ്റ് വരുന്നുണ്ട്, നമുക്ക് വാഷ് ബേസും വരുന്നുണ്ട്. സൂപ്പർ അല്ലേ? അതുപോലെ കുളിക്കാനായിട്ടൊരു ഷവർ ഏരിയ വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് ഓവനുണ്ട്, മൈക്രോവേവ് ഓവനുണ്ട്, ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതൊരു അടിപൊളി ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഒരു ബോട്ടിൽ പാലും വെച്ചിട്ടുണ്ട്. ആഹാ, കൊള്ളാം. പിന്നെ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് സാധനം ജക്കൂസി. നമുക്ക് വൈകുന്നേരത്തിനകത്ത് കിടന്ന് അടിച്ച് പൊളിക്കുന്നത്. ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് ഒരു ടെമ്പറേച്ചർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കണേ. അതുപോലെ നമുക്കിത് ഒരു പുറത്ത് ഡൈനിങ് സ്പേസ് ഉണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. ഒരു ബാർബിക്യൂ പിറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ഞങ്ങൾ വന്ന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഇപ്പോൾ 2 ദിവസമാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യണത്. ഇവിടെ 2 ദിവസമായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും മിനിമം. അത് നമുക്ക് വേണമെങ്കിൽ 3 4 ബുക്ക് ചെയ്യാം. പക്ഷേ 1 ദിവസമായിട്ട് കിട്ടില്ല. അപ്പോൾ 2 ദിവസം നമ്മൾ മിനിമം നിൽക്കണം. അപ്പോൾ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും സാധനങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ പോയി മേടിച്ചു. എല്ലാ സാധനങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ജക്കൂസിയിൽ കുറച്ച് നേരം കിടന്നു. ഇപ്പോൾ സമയം 7:36 ആയിട്ടോ. സൂര്യൻ പോയിട്ടില്ല. സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഒരു 10 മണി 11 മണിയാവും ഇന്ന് ലൈറ്റ് പോകുമ്പോൾ. ഇപ്പോൾ നമ്മൾ ജക്കൂസിയിൽ എല്ലാവരും ഇറങ്ങി. ഇപ്പോഴും പതയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ബീഫ് സ്റ്റേക്ക് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ചാർക്കോളിലും ഗ്രില്ല് ചെയ്ത് നോക്കാം. നമുക്ക് ശരിയാവുമെന്ന് നോക്കാം. ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാനിലും ഗ്രില്ല് ചെയ്യാം. പാൻ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെ, റഞ്ച് സ്റ്റേക്കാണ് ഇന്ന് എടുത്തേക്കുന്നത്. 6 പീസ് ഉണ്ട്, 6 സ്ലൈസ് റഞ്ച് സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. നമ്മളപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ സിമ്പിൾ മാരിനേഷനാണ്. പെപ്പറും സാൾട്ടും അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പെപ്പറ്, സോൾട്ട്, പിന്നെ കുറച്ച് സോയ സോസ് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അവിടെ നിന്ന് സെറ്റായിട്ട് നമുക്ക് അവനെ ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മൾ ഇന്ന് ശരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗ്രില്ല് ഇല്ല, ഇവിടെ ഈ ഗ്രില്ലിൽ വെച്ച് ചെയ്യും. ഈ ഗ്രില്ലായിരിക്കും നമ്മളുടെ ഇന്നത്തെ മെയിൻ കുക്കിംഗ് ഏരിയ. സോ ഷാനു, എങ്ങനെയുണ്ട് ഇവിടെ? ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ കളിക്കാമെന്ന് വിചാരിക്കേണ്ടത്. ഇവൻ റെഡി? ഇവ അത് അപ്പുറത്തേക്ക് പോട്ടോ. കൈ ഓടിയായിരുന്നു കേട്ടോ. 2 പേരും നിൽക്കുക. 2 പേർക്കും മാറി മാറി എറിഞ്ഞിട്ട് തരാം. എന്നാൽ നിങ്ങൾ 2 പേരും കളിക്ക്. അടിക്കാല്ല ചെയ്യണത്, ക്യാച്ച് ചെയ്യണം. അത് ക്യാച്ച് ചെയ്യണം. അതാ LG. ഇതെന്ത് കളിയത്? ഇതിനെന്താ പേര് വല്ലതും ഉണ്ടോ കളിക്ക്?
ഇതിപ്പോ ഞാൻ ഈ കൈ കൊണ്ട് എറിഞ്ഞിട്ട് ഈ കൈ കൊണ്ട് പിടിക്കണം. ഓന്റെ പൊന്നെ കൊച്ചിന്റെ ഫോയിഡ് ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് എവിടെ ഇരിക്കണത്? ഇത് ആ ചെയർ നമുക്ക് അങ്ങോട്ട് ഇടാൻ വേണമെങ്കിൽ തണല്ല ഷെയ്ഡ് വരുമ്പോ. ആ ബീച്ചസിലാണോ? അതെ. ആ നമുക്ക് അവരുടെ ഇത് കാണാം. വാടാ. റെഡി? എൽ ജി എലത്തെ കൈകൊണ്ട് ഇത് പിടിക്കുക, എന്നിട്ട് വലത്തെ കൈകൊണ്ട് ക്യാച്ച് ചെയ്യും. അപ്പോൾ വലത്തെ കണ്ട് എറിയാൻ പറ്റും നിനക്ക്. തിരിച്ചു പിടിക്കുക. ആ എന്തിനാ? അല്ലല്ല, ഇതാ കറക്റ്റ്, ഇതാ കറക്റ്റ്. പരിക്ക് പറ്റി, കളിക്കാരന് പരിക്ക് പറ്റി. അയ്യോ മൾബറി പോലത്തെ എന്തോ അങ്ങനെ. നമ്മളിപ്പോ വാങ്ങാൻ പോവാണ്. ചാർക്കോൾ നമ്മൾ ഓപ്പൺ ആക്കാണ്. നമ്മളിത് ഓപ്പൺ ആക്കാൻ പോവാണിത്. താഴേക്കത് അതെനിക്ക് ഡേഞ്ചറസ് ആണ്. തീപ്പൊടി കത്തിച്ചിട്ട് എത്ര നാളായ. ഇതിനാണ് പേപ്പറല്ലേ കത്തി തുടങ്ങിയുണ്ട്. കരി കത്തോന്നോളൂ നോക്കാണ്ടറിഞ്ഞാൽ മതി. ഇത് ഇത് അതല്ല, ഇത് ഇതിന്റെ മുകളിൽ തന്നെ വെച്ചൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് കത്തട്ടെ. കനലിന് തീയൊക്കെ കൊടുത്തിട്ടുണ്ട്. തീ പിടിക്കുമോ നമുക്ക് നോക്കാം. നല്ല കാറ്റുണ്ട്. പിള്ളേരെ അങ്ങോട്ട് നീങ്ങി നിന്നു. ആളി കത്തും ചിലപ്പോൾ കാറ്റുള്ള കാരണം കൊണ്ട്. ഷീപ്പുണ്ടോ? ദേ ഞങ്ങളുടെ പോഡിന്റെ അടുത്ത് ഒരു ഷീപ്പ്. അത് അതിന്റെ ബേബിയും കൂടി വന്നേക്കാണല്ലേ. അതിന്റെ ബേബിയും കൂടി ഉണ്ടാ. നീ എന്തിനാ അതിനെ അങ്ങനെ ചെയ്യണ്ട. അതിന് വിളിച്ചു നോക്കിയേ, ഒന്ന് കരഞ്ഞേശാൻ. സമയം 8 മണിയായി. 8 മണിയായിട്ടും സൂര്യൻ ഇതുവരെ താന്നിട്ടില്ല. അതാ അങ്ങനെ തന്നെ നിൽക്കാണ്. എന്നോടോന്ന് ചോദിച്ചു. അതേ സമയം എന്താ അവിടെ വേറൊരാൾ വന്നിട്ടുണ്ട്. ചന്ദ്രൻ. ഇവിടെ ചന്ദ്രൻ, അവിടെ സൂര്യൻ. ഇവിടെ താലികെട്ട്, അവിടെ പാല് കാച്ചൽ എന്ന് പറഞ്ഞ പോലെയാണ്. ചന്ദ്രനും സൂര്യനും അപ്പുറത്തും ഇപ്പുറത്തും. അമ്മയും മോനും കൂടി വേലിയാടി എങ്ങോട്ടാ? നിങ്ങൾ ഷിപ്പിന്റെ കരച്ചിലാണ് മോണ്. അമ്മയും മോനും കൂടി ആടിനെ കാണാൻ പോകണ്ട. ഒരുത്തൻ ആടിനെ നോക്കി പോയേക്കണ കാഴ്ചയായിട്ടാ കാണണേ. ആടിനെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. നമ്മുടെ കനലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ വെച്ച് നോക്കാം. ഒരു സെറ്റ്, ഒരു ബാച്ച് ഇട്ട് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് പാനിൽ ചെയ്യണോ ഇതിൽ ചെയ്യണോ എന്ന് നോക്കാം. ഇതാവണ നേരം കൊണ്ട് നമുക്കൊരു സലാഡ് ഉണ്ടാക്കാം. കുറച്ച് സോൾട്ട്, കുറച്ച് മിക്സ്ഡ് ഹെർബ്സ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, പിന്നെ പെപ്പർ, ക്രഷ്ഡ് പെപ്പർ, കുറച്ച് വെർജിൻ ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ലെമൺ സ്ക്യൂസ് ചെയ്തത്, ഒരു ചെറിയ സ്വീറ്റ്നസ് അടിപൊളിയായിരിക്കും സലാഡിൽ. അപ്പോൾ കുറച്ച് ഹണി, ഒരു കുക്കുംബറും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യണമെങ്കിൽ ചെറിയ പണിയാണല്ലോ ഇതിനകത്തിട്ട്. ഇതേ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സലാഡ് റെഡി ആട്ടാ. 2 പീസായിട്ട് കട്ട് ചെയ്തതിനെ. വട്ടം കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി കട്ട് ചെയ്യില്ല അതുപോലെ.
അപ്പോൾ അതെ നമ്മുടെ സ്റ്റേക്ക് നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കാൻ പോകണ്ട. ഏതില്ല, സാലഡിലെല്ലാം ചേർത്തതാ. ആഹാ അടിപൊളി. ആ ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ജ്യൂസ് കാണിച്ചു തരാട്ടാ. ആഹാ സൂപ്പറായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട്? കൊള്ളാം. അടിപൊളി. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ്. വെഡിങ് ആനിവേഴ്സറി മക്കള് ട്രീറ്റ് തരുന്നത്. ഇവാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിലുണ്ട്. ആ എന്തിനാത്? അത് എന്തൊക്കെയോ. ആ ഇതെന്താ ചെയ്യണ്ടേ? ആ സ്റ്റാർട്ടർ ഇതാണ്. ആ മെയിൻ കോഴ്സും ഉണ്ടാ. ഇവനൊക്കെ വെളിവില്ലാണ്ട് ഇങ്ങനെ കുറച്ചുകൂടി വെളിവുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നു. ആർട്ട്. ഓ ആ അതൊന്ന് വീഡിയോ എടുക്കട്ടെ. മാറിയടാ. ഇത് ഇവാൻ ഡിസൈൻ ചെയ്തതാട്ടോ. ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ സ്റ്റേക്കിനെ ഹാർട്ടിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇവാൻ പ്ലേറ്റ് ചെയ്തതാണ്. അടിപൊളി. അത് പ്ലേറ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവാനെ നല്ല നൈസായിട്ട് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. നിങ്ങളുടെ ജ്യൂസും കൂടി എടുത്തിട്ടോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ബീഫ് സ്റ്റേക്ക്. കേക്കില്ല ഗൈസ്, കേക്കില്ല. കേക്ക് കിട്ടിയില്ല. കേക്കിന് പകരം ബീഫ് സ്റ്റേക്ക്. നിന്റെ പൊളി. ഇവിടെ കിട്ടണം. ഇങ്ങോട്ട് വാങ്ങി കൊച്ചു കയറി വിട്ടു. ഈശാന്റെ മുഖം കാണണം. ആ റൊട്ടി ഒന്ന് ടേസ്റ്റ് നോക്കൂ. ആ ഇതിലെന്താ, ഞാൻ കുറച്ച് ഹണി ഒഴിച്ചിട്ടുണ്ട് റൊട്ടിയില്. ഇവിടെ കുറച്ച് ഗ്ലേസിങ് കാണാൻ പറ്റൂലോ. പിന്നെ ഇതിന്റെ മുകളിൽ കുറെ ഹണി ഉണ്ട്. ലെമൺ സ്ക്വീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അതങ്ങോട്ട് നീക്കി ഡിഷസ് ഇതാക്കോട്ടെ. മോതിരം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഹാപ്പി ഹാപ്പി അല്ലേ എന്റെ സെറ്റൽമെന്റ്? ഞാൻ പ്രതീക്ഷിച്ചില്ലേ. ഇത് നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിരുന്നത്. നിങ്ങൾ ചെയ്തെല്ലാം. അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് എന്തുട്ടായിരുന്നു ഇതിലെല്ലാം? മെയിൻ ഡിഷോ? ഈ ഒരു ഇരിപ്പും ഈ ഒരു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നീ ഇത്ര ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ലടയുവാനെ. 11th വെഡിങ് ആനിവേഴ്സറിയിൽ 2 സർപ്രൈസ് കിട്ടിയില്ലേ? സുഖമായി. ലാവൻഡർ ഫാർമ കൃഷിക്ക് ഒതുക്കിട്ടായിരിക്കും. സമയം ഇപ്പോൾ 9:30 ആയിട്ടോ. 9:30 മണി. ഇപ്പോൾ നല്ലൊരു രസമായി. വെയിലൊക്കെ മാഞ്ഞ് നല്ല നമുക്ക് എന്താ പറയുക, പുറത്തിറങ്ങിയിരിക്കാനും നല്ല ചെറിയൊരു തണുത്ത ഇളം കാറ്റൊക്കെ വീശിട്ടുണ്ട്. ഇതേ ചന്ദ്രൻ തെളിഞ്ഞു വരുന്നുണ്ട്. സൂര്യൻ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അടിപൊളി. സമയം രാത്രി 10 മണി. എന്തായി? രണ്ടുപേർക്കും കയറാൻ തോന്നുന്നില്ല? ഇഷ്ടപ്പെട്ടു? രാത്രി ഇപ്പോൾ ലൈറ്റൊക്കെ വന്നപ്പോൾ രസമായല്ലേ? ഉറക്കം വന്ന ആളാണ്ടാവോ. ഉറക്കാൻ വേണ്ടി ഞാൻ പാട്ട് പാടി തോളത്തിട്ട ആളാണ് ഈ കിടന്ന് കുത്തിമറിയണ വെള്ളത്തില്. എനിക്ക് ഇഷ്ടപ്പെട്ടോടാ. ഇപ്പൊ നല്ല സുഖം ഉണ്ടല്ലേ തണുപ്പത്ത് വെള്ളത്തിൽ കിടക്കാൻ?
ലൈറ്റൊക്കെ ഇട്ട് ഇപ്പോൾ ബോർഡ് കാണാൻ നല്ല രസമല്ല, അടിപൊളി. ഫ്ലോറിലൊക്കെ ഇവിടെ ലൈറ്റ് ഉണ്ട്. ആ ഇത് നമ്മുടെ രാത്രിയിലത്തെ വ്യൂ ആട്ടോ, നമ്മുടെ പോഡിൻ്റെ. അടിപൊളിയല്ലേ? ആ ഫ്ലോറിൽ ബ്ലൂ ലൈറ്റ്സും അതുപോലെ നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുണ്ടല്ലേ. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ്. അപ്പോൾ ദേ നമ്മുടെ വെയിൽ സ്ട്രിപ്പിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.